ഹലോ മലയാളീസ്. സമയം ഏകദേശം ഒരു ആഫ്റ്റർനൂൺ ടൈമാണ്, ഒരു 12 o'clock. പ്രമുഖ ഫാഷൻ ഇവൻ്റായ ഇൻ്റർനാഷണൽ ഫാഷൻ വീക്കിൻ്റെ നേതൃത്വത്തിൽ ഷോ ഡയറക്ടർ ഷനോജ് ഇറാനിയായിരുന്നു ഷീമാട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്തത്. ഷീമാട്ടിയിൽ വച്ച് തന്നെയായിരുന്നു ഫാഷൻ ഷോ. നിസാറുമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫഹീം സാറുമായിട്ട് ഫസ്റ്റ് ടൈം അല്ല, ശിവചന്ദ്രൻ്റെ ഷോയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫഹീം സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഷനോജ് ബ്രദറിനെ പറ്റി പറയുകയാണെങ്കിൽ 6 വർഷമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക ഷോയിലും എന്നെ വിളിക്കാറുണ്ട്. കണ്ടിന്യൂ ആയിട്ട് വർക്ക് തരുന്നവരോട് നമുക്കൊരു ബഹുമാനം തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളെപ്പോഴും സംസാരിക്കുന്നവരോ കാണുന്നവരല്ല, പക്ഷെ ഇത്ര വർഷമായിട്ട് അറിയാം. പക്ഷെ ഫാഷൻ ഷോ ബ്രദർ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രദർ എന്നെ വിളിച്ചിരിക്കും. ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നു. യുബ്രതനാണ് ആസ് യൂഷ്വൽ ഞാൻ പോകുന്നത് പോലെ പോയത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫിറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തു. Abhi, say hi to my vlog people. Hi. Okay. He is a backstage manager. ടോട്ടൽ 4 കോസ്റ്റ്യൂമായിരുന്നു ഉണ്ടായിരുന്നത്. 2 കോസ്റ്റ്യൂം ഷീമാട്ടിയും തന്നെയായിരുന്നു. ഒരു കോസ്റ്റ്യൂം വന്നിട്ട് ഹാരി ഷെട്ടി എന്ന് പറയുന്ന ഒരു ഡിസൈനർ വന്നിട്ടുണ്ട്, ആടതായിരുന്നു. ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഓൺ കോസ്റ്റ്യൂം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആദ്യത്തെ വീഡിയോയിൽ കണ്ട ബ്ലാക്കും ഈ വൈറ്റും ഷീമാട്ടിയുടെ കോസ്റ്റ്യൂമാണ്. എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് ഫാജിയെ അറിയാം. ഫാജിയ കാലിക്കറ്റ് നിന്ന് കൊച്ചിയിലേക്ക് വന്നു ഈ ഷോയ്ക്ക് വേണ്ടി. ഹാരിഷ് ഷെട്ടിയുടെ കോസ്റ്റ്യൂമാണ് ഇത്, ഈ റെഡ് കളർ കോസ്റ്റ്യൂം. ഓൺ കോസ്റ്റ്യൂം ബ്ലാക്ക് ആണ് എല്ലാവരോടും എടുക്കാൻ പറഞ്ഞത്. ശുഭിച്ചേട്ടൻ്റെ ഷോയിലൂടെയാണ് ഫഹീം സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ശുഭിച്ചേട്ടൻ വരുമെന്ന് യാതൊരു ക്ലൂ ഞങ്ങൾക്ക് തന്നില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ സർപ്രൈസായി, ഹാപ്പിയായി. കൊച്ചിയിലെ ഷിമാട്ടിയിലാണ് അവിടെ കോസ്റ്റ്യൂം ഫിറ്റിങ്സിന് വേണ്ടി വന്നു. ഒന്നും ഞാൻ പറഞ്ഞില്ല, സമയം കിട്ടിയില്ല. ശിവചേട്ടനുണ്ട്, പിന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഫഹീം സാറാണ്, പിന്നെ വേറൊരാളും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഫിറ്റിങ്സ് ഇന്ന് കഴിഞ്ഞാൽ നാളെയാണ് ആക്ച്വലി ഷോ. ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. ഇവരൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എൻകറേജ്മെന്റ് അല്ലേ? ചേട്ടൻ ചില സമയത്തൊക്കെ ഷോസ് വന്ന് കാണും, അതിൻ്റെ പാട്ടാവും, നമ്മുടെ അടുത്തൊക്കെ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കും. Hi, first time ever in your blog. No, I guess I have been there, but she has only captured when I am not there. ഷനോജ് ചേട്ടൻ്റെ ഷോയാണ്, ആളാരാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ സീനിയേഴ്സ് കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. ആ സന്തോഷം ഉണ്ടല്ലോ സീനിയേഴ്സ് കൊറിയോഗ്രാഫേഴ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ചേട്ടൻ ബാക്കിയുള്ളവർക്ക് സംസാരിക്കും. ബാക്കി ഷോർട്സ് നെക്സ്റ്റ് കോസ്റ്റ്യൂം കാണിക്കാം. ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ജ്വല്ലറി കേർട്ടസി എല്ലാ ഫാഷൻ ഷോസിലും ഉണ്ടാവാറില്ല. അപ്പം ആസ് എ മോഡൽ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാ കോസ്റ്റ്യൂമിനും ആപ്റ്റായിട്ടുള്ള ജ്വല്ലറി കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊന്ന് ഫോം വിളിച്ചിട്ട് ഷനോവർ എനിക്ക് ജ്വല്ലറീസ് വേണമെന്ന് പറഞ്ഞാൽ എന്നോട് നോ പറയില്ല എന്നെനിക്ക് ഉറപ്പുള്ള ഒരേ ഒരാൾ. മോർ ദാൻ ഇപ്പോൾ ഒരു 5 ഇയേഴ്സായിട്ട് ഷനോവറിനെ എനിക്കറിയാം. വെറൈറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ആദ്യത്തെ കൊച്ചിയിലെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്, വെഡ്ഡിങ് ആയിക്കോട്ടെ ഏത് തരം ഫംഗ്ഷൻ ആയിക്കോട്ടെ റെൻറ്റിന് നിങ്ങൾക്ക് ജ്വല്ലറീസ് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഷനോവറിനെ പറ്റി പറയുകയാണെങ്കിൽ അവനെ ഓരോരുത്തരോടും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നറിയാം. ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഇരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ജ്വല്ലറിയും ഞാൻ ഇട്ട് കഴിഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്ത സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്യും. അബി ഞങ്ങളുടെ കൂടെ കാറിലുണ്ടായിരുന്നു, കാരണം ശിവചേട്ടനാണ് അവനെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഷനോവറിൻ്റെ ഷോപ്പിൽ പോകുന്ന സമയത്ത് അവ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം കേട്ടോ. ഫിറ്റിങ്സ് കഴിഞ്ഞതും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പിരിയാമെന്ന് ശിവചേട്ടൻ പറഞ്ഞു. അല്ലമീലിൽ നമ്മൾ പോയി ജ്വല്ലറി എടുത്ത് നേരെ വണ്ടി കയറി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. ആജിയും ഞാനും ശിവചേട്ടനും എല്ലാവരും നമ്മൾ ഒന്നിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാൻ ഇഷ്ടമാണ്. ജാസു ആയിക്കോട്ടെ, ബാക്ക് സ്റ്റേജിലെ കുട്ടികളായിക്കോട്ടെ, എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണത്. കുറച്ച് വർഷങ്ങളായില്ലേ, തീർച്ചയായിട്ടും അതുണ്ടാവും. അങ്ങനെ ഫിറ്റിംഗ് ഡേ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ആണ് ഷോ. അപ്പോൾ ഷോയുടെ വ്ളോഗ് നെക്സ്റ്റ് ഇടാം. ബൈ മലയാളീസ്. ഹായ് മലയാളീസ്. ആക്ച്വലി ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ 4 വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത്, ഈ വർക്ക് ഞാൻ ചെയ്തത് ഇപ്പോൾ ഏപ്രിലല്ലേ, മാർച്ചിൽ ചെയ്ത വർക്കുകളാണ്. ജീവിതം അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ആവും. നമുക്ക് 100 days ഓഫ് വീഡിയോ ചലഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക്
ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില സമയത്ത് നമ്മൾ ഡൗൺ ആവും. ഈ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാനാണ് ആക്റ്റീവായിട്ടിരിക്കേണ്ടത്, ഞാനാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടേണ്ട ഒരാൾ. പക്ഷേ ഈ പറയുന്നത് പോലെ ചില സമയം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എനിക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ഞാൻ എല്ലാം ചെയ്യുന്നത് ബ്രെയിന് പറഞ്ഞ് കേട്ടിട്ടല്ല. ഞാൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 7 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ ഒരു വ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്തത്. ചിലപ്പോൾ എനിക്ക് 4 ദിവസം മതി. ജീവിതം അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഞാൻ എഡിറ്റ് ചെയ്യായിരിക്കും, എനിക്ക് പറ്റുന്നില്ല, ഞാൻ മാറ്റിവെക്കും. വീണ്ടും കുറച്ച് നേരം എഡിറ്റ് ചെയ്യായിരിക്കും, പറ്റുന്നില്ല, മാറ്റിവെക്കും. പിന്നെ കൊച്ചിയിൽ അമ്മയും അച്ഛനും ഒക്കെ വരുമെങ്കിൽ പോലും ഞാനാണ് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചത്, ഞാനാണ് ഇത് ചൂസ് ചെയ്തതും. അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുക്ക് ചെയ്യുക, വീട് ക്ലീൻ ചെയ്യുക, പിന്നെ എഡിറ്റിംഗ് കൂടെ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒരാൾ ചെയ്യണം. വീടാണെങ്കിൽ നമുക്ക് ഒരു ദിവസം എനിക്ക് വയ്യെങ്കിൽ അമ്മ കുക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്, നമുക്കത് പോയി കഴിച്ചാൽ മതി. അത് എന്നെ നമ്മുടെ ഡ്രീമിന് വേണ്ടിയും നമ്മുടെ ജോബിന് വേണ്ടിയും മാറി നിൽക്കുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യും. സോ 7 വർഷമായിട്ട് അതേ ട്രാക്ക് ആകുമ്പോൾ ഞാൻ വ്ളോഗിങ് ഇല്ലാത്തതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. പിന്നെ അതുമല്ലാണ്ട് എനിക്കത് പറയാനും ഞാൻ കംഫേർട്ട് ആയിരുന്നില്ല. സ്ട്രേഞ്ചേഴ്സിനെ പെട്ടെന്ന് ഒരു വർക്കിൽ പരിചയപ്പെടുന്നവരോട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഫാമിലി ആയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് എന്ന് മാത്രമേ പറയുള്ളൂ. എല്ലാം പറയേണ്ട ആവശ്യമില്ല. ഐ എം വെരി ഡിസേർവ് പേഴ്സൺ ആണ് ഞാൻ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിത് ആക്ച്വലി മാർച്ചിൽ തന്നെ ഇടേണ്ട വീഡിയോ ആണ്, ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഇനിയും ഒരു 5 വർക്ക് എൻ്റെ പെൻഡിങ് ആണ്. ഞാൻ വീട്ടിൽ പോയതിൻ്റെ വ്ളോഗ് ഇരിപ്പുണ്ട്, പിന്നെ അവിടുത്തെ ഒരു ഉത്സവം കൂടി എൻ്റെ വ്ളോഗുണ്ട്, ചേച്ചി ഇവിടെ വന്നിരുന്നു, ആ വ്ളോഗുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചില സമയത്ത് നമ്മൾ സ്റ്റക്കാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ആ എഫേർട്ടിനനുസരിച്ചുള്ള പേയ്മെൻ്റ് അല്ല എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വർക്സിൻ്റെ എല്ലാം എഡിറ്റ് ചെയ്ത് ഞാനും ഇടാറുണ്ട്. എനിക്ക് എഡിറ്റിങ് ഞാൻ പഠിച്ചു. ചില സമയത്ത് നമ്മൾ സെൽഫായിട്ടെല്ലാം പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും ഫുട്ടേജ് കിട്ടുമ്പോൾ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്തിടാൻ തുടങ്ങും. സോ അങ്ങനെ മോസ്റ്റ് ഓഫ് എൻ്റെ വർക്കിൻ്റെതും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിടാറ്. കാരണം പുറത്ത് കൊടുക്കുമ്പോൾ അത് നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് ആലോചിച്ചിട്ട്, ഇല്ല എനിക്ക് ചെയ്തു തരാൻ സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കൊരു പരിധി കഴിഞ്ഞ് അവരോട് ഇത് കറക്റ്റല്ല നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് തോന്നും. ചെയ്തു തരുന്നവരുണ്ട്, തീർച്ചയായിട്ടും ചെയ്ത് തന്നിട്ടുമുണ്ട്. സോ വളരെ കുറവാണ്, ഒരുപാട് പേരില്ല, വളരെ റെയറും ആളുകൾ. പക്ഷെ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്, നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് പഠിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട്, കാറിനോടുകൂടി ക്യാമറയും കൂടിയാണ്. സ്വന്തമായിട്ട് ക്യാമറ എടുത്ത് എനിക്ക് അതും കൂടി ഒന്ന് പഠിക്കണമെന്നുണ്ട്. EMIയിൽ എനിക്കിപ്പോൾ ഇടാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല, ഷോപ്പിൻ്റെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഇപ്പം എൻ്റെ പ്രധാന ഹോബി എന്താണെന്നറിയാം? പ്രധാന ഹോബി കോൾഡ് കോഫിയാണ്. കോൾഡ് കോഫി ഉണ്ടാക്കുക, കുടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രധാന ഹോബിയിലൊന്നായി മാറിയിട്ടുണ്ട്. അത് കുടിക്കുമ്പം എനിക്ക് ഒരാശ്വാസം കിട്ടാറുണ്ട്. ഐ ഫീൽ സോ കാം. ഫ്രിഡ്ജിലുണ്ടോ നോക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തീർന്നു. ഞാൻ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ പാലും കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതെത്തട്ടെ, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ. എന്താ പറയുക, ഞാൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഡൗട്ടാണ്. അപ്പം നമുക്ക് അവിടെ ഇവിടെ എല്ലാം കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സുകൾ ഉണ്ടാകും. ആ സമയത്ത് എനിക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, എന്നെപ്പോലെ ഒരുപാട് മോഡൽസ് ഉണ്ട്. റാമ്പ് വോക്ക് ആയിക്കോട്ടെ, ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നവർക്ക് പേയ്മെൻറ്റ് കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേയ്മെൻറ്റ് കൂട്ടണം. കാരണം നമ്മളെപ്പോലെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാറി നമ്മൾ കൊച്ചിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റൊരു പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സ്കിൻ കെയർ ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. സോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദിച്ചാൽ മോസ്റ്റ്ലി അവരെ കയ്യിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക, അവർക്ക് കിട്ടുന്നതിനേക്കാളും. അത് മാറട്ടെ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് മാറിയേ പറ്റൂ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഈ വീഡിയോ കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നി. ഇനി എടുത്തിടാനുള്ളത് നമ്മുടെ ഷോയുടെ അന്നത്തെ വീഡിയോ ആണ്.
അത് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യും. ഞാൻ ഭയങ്കര സ്ലോ ആണ്, എനിക്ക് നമ്മൾ പറയുന്നില്ല എല്ലാം കൂടെ അങ്ങ് ടാലി ആവുന്നില്ല. സോ 100 days ചലഞ്ച് എനിക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. മേ ബി ഞാൻ കണ്ടിന്യൂം ചെയ്യും. പക്ഷേ ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാസ്റ്റ് ഉണ്ട്, ആ ഫാസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻസ് കാരണം, സാഹചര്യങ്ങൾ കാരണം. പ്രൈസ് ദി ലോർഡ്, എല്ലാ സാഹചര്യങ്ങളും മാറട്ടെ. ഹാപ്പിയോടുകൂടി തന്നെ എല്ലാം എനിക്ക് അടുപ്പിച്ചിടാൻ പറ്റട്ടെ. ആമേൻ. ഓക്കെ, ബൈ ഗൈസ്.